സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ നൗകയുമായി നാഥ വന്നിടണേ, ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ഞങ്ങളെ അനുഗ്രഹിക്കുവാനും ആശീർവദിക്കുവാനുമായി ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ കരുണയുടെ തിരുമണിക്കൂറിൽ കർത്താവിൻ്റെ കാരുണ്യത്തിന് യാചിച്ചുകൊണ്ട് നമുക്ക് നിമിഷമായിരിക്കാം. ദൈവം മനുഷ്യവംശത്തോട് കരുണ കാണിച്ച നിമിഷമാണ് കാൽവരിയിൽ ഈശോ പിടഞ്ഞ് മരിച്ച സമയം. ലോകം മുഴുവനും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുണ അത് മനുഷ്യവംശത്തേക്ക് കടന്നു വന്ന സമയം. ഈ ഒരു നിമിഷം ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്ന ഈ സമയം ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ലോകമെമ്പാടുമുള്ള സകലരിലേക്കും ദൈവത്തിൻ്റെ കരുണ ചൊരിയുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം. ദൈവത്തിൻ്റെ കരുണ എപ്രകാരമാണ്, ദൈവത്തിൻ്റെ കരുതൽ എപ്രകാരമാണ് എന്ന് കൃത്യമായും വരച്ചു കാണിക്കുന്നൊരു അധ്യായമാണ്. പ്രധാനമായും നമ്മളവിടെ കാണുന്നത് കാണാതായ ആടിൻ്റെ ഉപമ, കാണാതായ നാണയത്തിൻ്റെ ഉപമ, അതുപോലെ ധൂർത്തപുത്രൻ്റെ ഉപമ. ഈ 3 ഉപമകൾ പ്രധാനമായിട്ട് നമ്മൾ കാണുക ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിലാണ്. ഈ ഒരു അധ്യായത്തിൽ എപ്രകാരമാണ് ദൈവം നമ്മളെക്കുറിച്ച് സന്തോഷിക്കുന്നത്, നമ്മളെ നമ്മുടെ തിരിച്ചു വരവിലും നമ്മൾ തിരിച്ചു വരാനായിട്ട് താല്പര്യം കാണിക്കുകയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കാണാതെ പോയതിനെ കണ്ടെത്തി കഴിയുമ്പോൾ എന്തുമാത്രം സന്തോഷത്തോടു കൂടെയാണ് ദൈവം ആനന്ദിക്കുന്നത്, സ്വർഗം സന്തോഷിക്കുന്നതെന്ന് കൃത്യമായും ഈ ഒരു വചനഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. 100 ആടുകളുള്ള ആ ഇടയൻ്റെ ആ ഉപമയിൽ നമുക്കറിയാം, പലപ്പോഴും നമ്മുടെയൊക്കെ കാൽക്കുലേഷൻസും നമ്മുടെയൊക്കെ കണക്ക് കൂട്ടലുകൾക്കൊക്കെ വിപരീതമായിട്ടാണ് ദൈവത്തിൻ്റെ കണക്ക് കൂട്ടൽ. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ള കാര്യം, ഒരു ആടല്ലേ പോയുള്ളൂ, 99 എണ്ണം ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും നമ്മൾ അപ്രകാരം കണക്ക് കൂട്ടുമ്പോൾ ആ ഒന്നിനെ പോലും നഷ്ടപ്പെടാൻ മനസ്സ് വരാതെ അതിനെ ഓർത്ത് സങ്കടപ്പെടുകയും ആ ഒന്നിനെ കണ്ടുപിടിക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വലിയ മനസ്സാണ് ദൈവത്തിൻ്റേതെന്ന് കൃത്യമായിട്ടും ആ ഒരു അധ്യായത്തിൽ പറഞ്ഞു വയ്ക്കുകയാണ്. കാണാതായ നാണയത്തിൻ്റെ ഉപമയിലും നമ്മൾ കാണുന്നത് എത്രമാത്രം പ്രാധാന്യത്തോടെ, എത്രമാത്രം താല്പര്യത്തോടു കൂടെ കാണാതെ പോയ നാണയം തിരിച്ചു കിട്ടുമ്പോൾ സന്തോഷിക്കുന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ 2 ഉപമകൾ നമ്മുടെ മുമ്പിലേക്ക് പറഞ്ഞു വയ്ക്കുന്നത് കാണാതെ പോയതിനെ കണ്ടെത്തി കഴിയുമ്പോൾ ദൈവം ഒത്തിരിയേറെ സന്തോഷിക്കും. പ്രിയപ്പെട്ടവരെ, പാപം മൂലം അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് നമ്മുടെയൊക്കെ ചെയ്തികൾ മൂലം ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ട് വീണ്ടും നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ദൈവം ഒത്തിരിയേറെ സന്തോഷിക്കുന്നു. വീണ്ടും ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും എപ്രകാരമാണ് എന്ന് കൃത്യമായും പറഞ്ഞു തരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഉപമയാണ് ധൂർത്തപുത്രൻ്റെ ഉപമ. നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ അത്രമാത്രം ആഴത്തിൽ പതിഞ്ഞ ഒരു ഉപമയാണ്. ദൈവത്തിൻ്റെ കരുണയുടെ ആ ഒരു വലിയ മുഖം കൃത്യമായി നമ്മുടെ മുമ്പിലേക്ക് വരച്ചു കാട്ടുന്നത് ഈ ഒരു ഉപമയിലാണ്. കാരണം ഈ ധൂർത്തപുത്രനെ കുറിച്ച് പറഞ്ഞ് അവൻ്റെ ജീവിതത്തിൽ വന്നു പോയ പാകപ്പിഴകളും താളപ്പിഴകളും ഒക്കെയുണ്ട്. ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ട് അവൻ ദൂരദേശത്തേക്ക് പോകുന്നത്. പക്ഷെ അവൻ്റെ പ്രതീക്ഷകളും കണക്ക് കൂട്ടലുകളും ഒക്കെ തെറ്റുന്ന സമയത്ത് അവൻ അവിടെ നിരാശപ്പെട്ട് വീണ്ടും അതുപോലെ ആ വലിയൊരു പടുകുഴിയിലേക്ക് വീണ്ടും പോകുക, നിരാശയുടെ അതുപോലെ അധപതനത്തിൻ്റെയൊക്കെ പടുകുഴിയിലേക്ക് അവൻ വീണ്ടും പോവുകയാണ്. അവിടുന്ന് കരയേറുവാനായിട്ട് അവൻ ഒത്തിരിയേറെ ആഗ്രഹിക്കുകയും അവന് സുബോധം ലഭിക്കുകയും ചെയ്യുമ്പോൾ അവൻ്റെ അധപതനത്തിൻ്റെ നാളുകളിൽ നിന്ന് കരകയറുവാനായിട്ട് അവൻ ചിന്തിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്.
അങ്ങനെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരുമ്പോൾ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അവൻ എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൻ അവനെ ശകാരിക്കുമെന്നുള്ള ചിന്തയോടുകൂടെയാണ്. പക്ഷേ ശകാരിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വരുമ്പോൾ അവനെ 2 കൈ നീട്ടി സ്വീകരിക്കുമ്പോൾ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റിപ്പോയി. പ്രിയപ്പെട്ടവരെ, ധൂർത്തപുത്രൻ്റെ മനസ്സിലെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിപ്പോയി. ഇത്രമാത്രം തന്നെ സ്നേഹിക്കുന്ന ഒരു അപ്പനാണ് തനിക്കുള്ളത്. പ്രകാരം തനിക്ക് വേണ്ടി കാത്തിരിക്കുകയും തന്നെ സ്നേഹിക്കുകയും തൻ്റെ ചെയ്തികളിലൊക്കെ നോക്കി വേദനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അപ്പനല്ല, മറിച്ച് അവനെ 2 കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറായ ഒരു അപ്പനാണ് എന്ന് ആ മകൻ തിരിച്ചറിയുകയാണ്. വീണ്ടും അവിടെയും നമ്മൾ കാണുന്നത് കാണാതെ പോയതിനെ കണ്ടെത്തുമ്പോൾ ഉണ്ടാകുന്ന വലിയ സന്തോഷം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇതിലേറെ വളരെ മനോഹരമായ ഒരു ചിത്രം നമുക്ക് കാണിക്കാനില്ല. അത്രമാത്രം ദൈവം മനുഷ്യവംശത്തോട് കരുണ കാണിക്കുന്നു. അത്രമാത്രം ദൈവം മനുഷ്യവംശത്തെ തൻ്റെ വലിയ കാരുണ്യത്തിൽ ചേർത്ത് നിർത്തുന്നു. പാപം മൂലം വലിയ ഒരു അധപതനത്തിലേക്ക്, അല്ലെങ്കിൽ നിരാശയുടെ പടുകുഴിയിലേക്കും അധപതനത്തിൻ്റെ പടുകുഴിയിലേക്കും വീണുപോയ മനുഷ്യവംശത്തെ വീണ്ടും ദൈവത്തിൻ്റെ കരുണയാൽ ചേർത്ത് പിടിക്കുന്ന ദൈവം. കാൽവരിയിൽ മനുഷ്യപുത്രൻ ലോകത്തിനു വേണ്ടി കുരിശിൽ മരിക്കുന്ന സമയത്ത് അവൻ നേടിയെടുക്കുന്നത് ലോകം മുഴുവനും വേണ്ടിയുള്ള ആ ഒരു വലിയ രക്ഷയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഒരു കാര്യമാണ് നമ്മൾ പ്രത്യേകമായി കരുണയുടെ തിരുമണിക്കൂറിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവിൻ്റെ ആ ഒരു വലിയ സംരക്ഷണവും ആ വലിയ സ്നേഹവും കരുതലും കരുണയുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാനും നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയം. പ്രിയപ്പെട്ടവരെ, കരുണയുടെ ജപമാല നമ്മൾ ഭക്തിപൂർവ്വം ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കരുണയുടെ ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ലോകം മുഴുവന് വേണ്ടിയും ലോകത്തിലുള്ള സകല കഠിന പാപികൾക്കും മനസ്സാന്തരം ലഭിക്കുവാനും ദൈവത്തിൻ്റെ കരുണ തിരിച്ചറിയുവാനും അവർക്ക് ഈ ഒരു പ്രാർത്ഥന സഹായകമാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഒത്തിരിയേറെ ആളുകൾ ഞാനിങ്ങനെയൊക്കെയാണ്, അതുകൊണ്ട് ഇനി എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ രക്ഷയൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും പാപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ അവരോടെല്ലാം ഒരുപോലെ വിളിച്ചു പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, മകനെ മകളെ നീ എൻ്റെ കരുണയിൽ ആശ്രയിക്കുക. മകനെ മകളെ നീ എൻ്റെ കരുണയിൽ ആശ്രയിക്കുക. നിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും ദൈവം ക്രമീകരിക്കും. നിൻ്റെ ജീവിതത്തിൽ ലക്ഷ്യം നിനക്ക് അനുഭവിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ആ ഒരു വലിയ സ്നേഹത്തോടെ, ആ വലിയ ബോധ്യത്തോടെ കർത്താവിൻ്റെ കാരുണ്യത്തിൽ പ്രത്യേകമായി നമുക്ക് ശരണം വെച്ച് പ്രാർത്ഥിക്കാം. പത്രോസ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായത്തിൽ കൃത്യമായിട്ടും പറയുന്നു, അവിടുന്ന് തൻ്റെ കാരുണ്യാതിരേകത്താൽ യേശുക്രിസ്തുവിൻ്റെ മരിച്ചവരിലുള്ള ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്കും നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മുടെ നിയോഗങ്ങളെല്ലാം ഒരിക്കൽ കൂടി സമർപ്പിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്ന സമയമാണ്. ലോകം മുഴുവന് വേണ്ടിയുള്ള ദൈവകരുണയ്ക്ക് വേണ്ടി, കഠിനപാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി നമ്മുടെ ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ കരുണ നിറയുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച നിമിഷങ്ങളാണ്. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം സ്വീകരിച്ച് കർത്താവിൻ്റെ വലിയ കാരുണ്യക്കടലിൽ നമ്മുടെ പാപക്കറകൾ കഴുകി നമ്മളെ വിശുദ്ധീകരിക്കുന്ന വലിയ ബോധ്യത്തോടുകൂടെ ഈ നിമിഷം നമുക്കായിരിക്കും. നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കാം. നമ്മളെ അനുഗ്രഹിക്കുവാനും ആശീർവദിക്കുവാനും ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ കൂടെയായിരിക്കുമ്പോൾ നമ്മൾ കടന്നു പോകുന്ന ഓരോ സാഹചര്യങ്ങളെയും, പ്രത്യേകമായി നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന എല്ലാ സംഘർഷങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവിൻ്റെ കരുണയുടെ കീഴിൽ നമ്മുടെ എല്ലാ കുറവുകളും ബലഹീനതകളും പോരായ്മകളും സമർപ്പിച്ച് കർത്താവെ നീ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് അഭയം വയ്ക്കുവാൻ, ആശ്രയം വയ്ക്കുവാൻ കർത്താവിലല്ലാതെ മറ്റൊന്നിലുമില്ല. തിരുവചനം നമ്മളെ ശക്തമായി ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്, മനുഷ്യനിൽ ആശ്രയം വയ്ക്കുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, കർത്താവെ ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു, കർത്താവെ ഞാൻ അങ്ങിൽ പൂർണ്ണമായി ശരണം വയ്ക്കുന്നു. കർത്താവിൻ്റെ കാരുണ്യത്തിൽ ആശ്രയം വെച്ചുകൊണ്ട്
നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കുടുംബത്തിൻ്റെ ആവശ്യവും നമ്മുടെ ജോലി മേഖലകളും സാമ്പത്തിക മേഖലകളും ആരോഗ്യത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാം കർത്താവ് എടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഓൺലൈനിലൂടെ കർത്താവെ നിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്ന മക്കളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തെയും ഈ ആലയത്തിലെ ശുശ്രൂഷകളെല്ലാം കർത്താവിനെ ഏറ്റെടുത്ത് വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാ നിയോഗങ്ങളും പൂർണ്ണമായി സമർപ്പിച്ച് താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം.